നമസ്കാരം. പുതുവർഷത്തിലെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 തുടക്കത്തിൽ സംഭവിക്കുന്ന പല വിധത്തിലുള്ള ഗ്രഹ രാശി മാറ്റങ്ങൾ ഓരോ രാശിക്കാരിലും പല വിധത്തിലാണ് സ്വാധീനം ചെലുത്തുന്നത്. ചിലർക്ക് അനുകൂലമാണ് എങ്കിൽ ചിലർക്ക് പ്രതികൂലമാണ് കാര്യങ്ങൾ. എന്നാൽ ഞാൻ പരാമർശിക്കാൻ പോകുന്നത് ഈ വരുന്നതായ 5 ദിവസങ്ങൾ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ചില മാറ്റങ്ങൾ കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ അറിയാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്നതായ 5 ദിവസങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ സന്തോഷകരമായ പല കാര്യങ്ങളും മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. തൊഴിൽപരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. സാമ്പത്തിക സ്ഥിതിയിൽ മികച്ചതായ മാറ്റങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. എങ്കിലും വരവിന് അനുസരിച്ച് വളരെയധികം ശ്രദ്ധയോടെ തന്നെ ചെലവ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാം. കൂടാതെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ, അത് ധനമാണ് എങ്കിലും ചില അവസരങ്ങളാണ് എങ്കിലും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ ഈ സമയം ശമ്പള വർധനവിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളെയും ബുദ്ധിപൂർവം തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ, മികച്ചതാക്കി മാറ്റുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. സാമ്പത്തിക സ്ഥിതി ഇവർക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്നതുമാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോവുക. ഈ 5 ദിവസങ്ങൾ ഭാഗ്യദേവത പോലും നിങ്ങളെ കടാക്ഷിക്കുന്നതായ ദിവസങ്ങളാണ്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാവുന്ന സമയമാകുന്നു. കാരണം ഈ സമയം നേട്ടങ്ങൾ അല്പം വർദ്ധിക്കാം. കൂടാതെ പല വ്യക്തികളുടെയും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് മൂലം ചില തിരിച്ചടികൾ വന്നു ചേരാം. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ദേഷ്യം അല്പം നിയന്ത്രിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പലവിധ ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയും കുടുംബവും മികച്ചതായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അഥവാ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭാഗ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. വളരെയധികം കേൾക്കാൻ ആഗ്രഹിച്ചതായതോ അല്ലെങ്കിൽ മറ്റ് ശുഭവാർത്തകളോ നിങ്ങളെ തേടിയെത്താം. മനസ്സിന് സന്തോഷം പകരുന്നതായ കാഴ്ചകൾ, ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഏതൊരു കാര്യവും നിങ്ങൾക്ക് ദേഷ്യങ്ങൾ കൂടാതെ ശരിയായ രീതിയിൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ മികച്ചതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ മാറ്റങ്ങൾ,
അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. നേട്ടങ്ങൾ കരസ്ഥമാക്കാം എന്നതാണ് വാസ്തവം. ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു രാശി ധനു രാശിയാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ 5 ദിവസങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കടന്ന് വരാവുന്നതാണ്. കരിയറുമായി ബന്ധപ്പെട്ട് മികച്ചതായ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. ലക്ഷ്യങ്ങളെ കൃത്യമായി തന്നെ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ കഠിനാധ്വാനം ചെയ്യുന്നത് ഈ സമയം നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കൂടാതെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. അപകടകരമായ പല കാര്യങ്ങളും പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അതായത് ഉണ്ടായിരുന്നതായ ചില ദോഷകരമായ കാര്യങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അത്തരം ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ മികച്ചതായ സാമ്പത്തിക അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ തൊഴിൽപരമായ ഉന്നതിയോ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഏതൊരു കാര്യത്തിലും അത് പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വൈകാരികമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം. ദോഷഫലങ്ങൾ കുറയുന്നതായ സമയമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, സമാധാനം നിങ്ങളെ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ഈ അവസരം വിനിയോഗിക്കുക.